പലതരത്തിൽ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റായി മാറിയ ഒരു മീൻകറിയുടെ റെസിപ്പിയാണിത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും പൊട്ടിക്കുക. പിന്നീട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ആദ്യം ഈ മീൻകറിയുടെ റെസിപ്പി പറഞ്ഞു തന്നത് അച്ഛനാണ്. കേട്ടപ്പോൾ ഇതുണ്ടാക്കിയാൽ ശരിയാവോ എന്നൊരു സംശയം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ സംഭവം എൻ്റെ ഫേവററ്റായി. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഈ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടി അങ്ങെടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടിയൊന്നും ഒരുപാട് കരിഞ്ഞു പോവാതെ നോക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. കൂടുതൽ മസാലകളുടെയും ആവശ്യമില്ല. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. ഒരു തക്കാളി അരച്ചതും പിന്നെ നല്ല നാടൻ പയറും കൂടെ ചേർത്ത് കൊടുക്കുക. പൊളിച്ചെടുക്കുന്ന പയറോ ഒടിച്ച പയറോ ചേർക്കാം. രണ്ടും ചേർത്താലും സൂപ്പർ ടേസ്റ്റാണ്. നാടൻ പയറായതുകൊണ്ട് തന്നെ വേവ് കുറച്ച് അധികം ഉണ്ടാവും. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. നല്ലതുപോലെ വേവുന്നതുവരെ വേവിക്കണം. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ തിളച്ച് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നല്ലതുപോലെ ഈ പയർ വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കണം. വീടിൻ്റെ പുറകിൽ പാടമുള്ളതുകൊണ്ട് നമുക്കിവിടെ മീനിന് ക്ഷാമമൊന്നുമില്ല. ഒരു കുടംപുളിയും കൂടെ ചേർക്കാം. മറ്റു മീനുകൾ ഉപയോഗിച്ചും ഈ കറി ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന തോട്ടുമീനൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദുണ്ട്. ചൂണ്ടയിട്ട് നല്ല പരലും കറുപ്പും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. നാടൻ മീൻ ചേർത്തുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പക്ഷേ നാടൻ പയറായതുകൊണ്ട് തന്നെ അതിൻ്റെ വേവിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. നന്നായി വെന്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒടിച്ചിടുന്ന കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. പയർ ഏകദേശം 1/4 ഭാഗത്തോളം വേവായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാം. മീനും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം തിളപ്പിക്കാം. അപ്പോഴേക്കും മീനും പയറും എല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും. ഒരുപാട് ചാറൊന്നും കൂട്ടിയെടുക്കേണ്ട കാര്യമില്ല. ഒരു കുറുക്കം പരുവത്തിൽ തന്നെ ഈ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിലിട്ടിരിക്കുന്ന ഈ പയർ വെറുതെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്. പൊതുവെ ഈ നാടൻ പയറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മെഴുക്ക് പുരട്ടിയല്ലേ കഴിക്കാറ്. പക്ഷേ അതിന് പകരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ മീൻകറിയിലിട്ട് ഈ നാടൻ പയർ കഴിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. ഒരിക്കലും ഇതുണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നാടൻ പയർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യില്ല. ഈ ഒരു റെസിപ്പി തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.